പാപരഹിതമായി ജീവിക്കണം. നമ്മൾ എങ്ങനെ പരിശോധിച്ചാലും തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായ മുക്തി നേടാൻ അത് വിചാരിക്കുന്നവന് മാത്രമേ കഴിയൂ. ജീവിതത്തിൽ എന്തിനും നമുക്ക് സാധിക്കും. മനുഷ്യന് സാധിക്കാത്ത ഒന്ന് എന്താന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനോട് ഇണങ്ങി വന്ന തിന്മകളെ, ദേഹേച്ഛകളെ വേണ്ടെന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സമരമാണ്. അതൊരു വലിയ സമരം. അതിൽ പരാജയപ്പെടുന്ന ഒരുത്തൻ, ആ പരാജയത്തിന്റെ ആഴം എത്രയെന്നറിയും നിങ്ങൾക്ക്? വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് എന്ത് വിപത്തുക്കൾ വരുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. ബിമാ കസബത് ഐദീകും, നിങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് നിങ്ങൾക്ക് മുസീബത്തുകൾ വരുന്നത്. എന്നാൽ നിങ്ങൾ ചെയ്തതിനൊക്കെ അല്ലാഹ് നിങ്ങൾക്ക് മുസീബത്ത് തരുന്നുണ്ടോ? വയഅഫു അൻ കസീർ, അധിക കാര്യങ്ങളും നിങ്ങൾ ചെയ്ത അധിക തെറ്റുകൾക്കും അള്ളാഹു മാപ്പാണ്. എന്നാൽ അപൂർവം ചില തെറ്റുകൾക്ക് നിങ്ങൾക്ക് അള്ളാഹു തരുന്നുണ്ട്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഖുർആൻ ഇതേ ആശയം പറയുന്നുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. ജനങ്ങൾ പ്രവർത്തിച്ചത് മൂലം ഈ ഭൂമിയിൽ കുഴപ്പങ്ങൾ വ്യാപിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ശ്രദ്ധയും അള്ളാഹുവിൻ്റെ റഹ്മത്തും എന്നിൽ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ, അള്ളാഹ് എന്നെ നോക്കുമ്പോൾ അള്ളാഹ്ക്ക് സംതൃപ്തി തോന്നുന്ന ഒരു ജീവിതം എൻ്റെ ഇരുട്ടിലും പകലിലും, എൻ്റെ വെളിച്ചത്തിലും, അതേപോലെ തന്നെ ഇരുട്ടിലും എല്ലാ രഹസ്യത്തിലും പരസ്യത്തിലും അതുണ്ട്. നമ്മുടെ മക്കളെ നിങ്ങൾ നോക്കൂ. ഈ ചോദിച്ച മകനെ പോലെ നമ്മുടെ മക്കളെ നോക്കി അവരെന്താ കാണുന്നത്? ഹറാം ഇങ്ങനെ കണ്ടിരിക്കുക, രാത്രി ഉറങ്ങാതെ. എന്നിട്ട് അവർക്ക് നല്ല ജോലി വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു, അവർക്ക് നല്ല ഭാവി വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. നിസ്കരിക്കേണ്ട സമയത്ത് 16, 18 വയസ്സായ മക്കൾ കടന്നുറങ്ങുക. എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു അവന് നല്ലൊരു വിവാഹം വേണമെന്ന്, നല്ലൊരു ജീവിതം വേണമെന്ന്. ഇതൊക്കെ ഉണ്ടാകും സുഹൃത്തുക്കളെ. അവൻ അതിൽ ശ്രദ്ധയില്ലെങ്കിൽ അവനതിൽ ശ്രദ്ധയുണ്ടാക്കണം. അവനോട് നല്ല പഠിച്ച മോനെ, 10ാം ക്ലാസ് പാസ്സായിട്ടില്ലെങ്കിൽ, എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഭാവി എന്താകും എന്ന് ചോദിക്കുന്ന അതേ ഗൗരവത്തോടെ, അതേ ഭീഷണിയോടെ നിസ്കരിക്കാതെ കടന്നുറങ്ങിയാൽ എവിടെ എത്താൻ കഴിയില്ല മോനെ എന്ന് മനസ്സിൽ തട്ടി ബോധിപ്പിച്ചു പറയാൻ കഴിഞ്ഞാൽ മക്കൾക്കത് കഴിയും. ഈ തിന്മകൾ നോക്കി രാപ്പകലില്ലാതെ ഇരിക്കുന്ന ഈ കുട്ടികളിൽ നിന്ന് എന്താണ് സുഹൃത്തെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? തെറ്റുകൾ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ ആ പ്രവർത്തിക്കുന്നവരെ തേടി എത്തുമെന്നാണ് പറയുന്നത്. ഇതേ എന്തെങ്കിലും ഒരു കാര്യത്തില്ല ബാധിക്കാം. അന്നഹ തംഹഖു ബർക്കത്തുൽ ഉംർ, ആയുസ്സിനെ ബാധിക്കും ബർക്കത്തില്ലെങ്കിൽ. വബർക്കത്തുർ റിസ്ക്, നമ്മുടെ ഉപജീവനത്തെ ബാധിക്കും. വബർക്കത്തുൽ ഇൽമ്, വിജ്ഞാനത്തിന്റെ ബർക്കത്തിനെ ബാധിക്കും. വബർക്കത്തുൽ അമൽ, ജോലിയുടെ ബർക്കത്തിനെ ബാധിക്കും. വബർക്കത്തുൽ ത്വാഅ, അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുവാനുള്ള ഒരു തൗഫീഖ് ഉണ്ടല്ലോ, അതും ഉണ്ടാവില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ വലൗ അന്ന അഹ്ലൽ ഖുറ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ. എന്നാൽ ഒരു ഗ്രാമക്കാർ അല്ലാഹനെ സൂക്ഷിക്കും, വിശ്വസിക്കും, തഖ്വ പാലിക്കും ചെയ്യുകയാണെങ്കിൽ ആകാശത്തിന്റെ ബർക്കത്തിന്റെ വാതിലുകൾ തുറക്കുന്നുണ്ട്. വാതിൽ തുറന്നിട്ട് ഒന്നായിട്ട് അനുഗ്രഹം ആ നാടിന് ഇറങ്ങുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹ കവാടങ്ങൾ നമുക്ക് നേരെ തുറന്നു വെക്കാൻ അത് മാത്രമേ വഴിയുള്ളൂ സുഹൃത്തുക്കൾ. ഇനി എന്തുകൊണ്ടാണ് ബർക്കത്തുകൾ എന്തുകൊണ്ടാണ് നമുക്ക് അനുഗ്രഹങ്ങൾ നിരാകരിക്കപ്പെടുന്നത്? ഒന്ന്, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ. രണ്ടാമത്തെ കാര്യം തരങ്ങൾ ഭയങ്കരമായ ആർത്തി. ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങൾക്കും കാര്യങ്ങൾക്കുള്ള ഈ അടങ്ങാത്ത ആർത്തി ഉണ്ടല്ലോ, അത് മനുഷ്യന് യഥാർത്ഥത്തിൽ ഈ അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടിക്കൂടെ സുഹൃത്തുക്കളെ, നമ്മൾ നല്ല മുതലായിക്കോട്ടെ, നല്ല സമ്പന്നനായിക്കോട്ടെ, പക്ഷെ ഇതിന് ആർത്തി കാണിക്കുക. ആർത്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആർത്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ വഴി അല്ലാത്തൊരു വഴി സ്വീകരിക്കുക. ഇപ്പം എല്ലാവരും ഓഫറുകൾ, തട്ടിപ്പുകൾ, ഓരോ സീസൺ വരുമ്പോൾ എന്തൊക്കെ പരിപാടിയാണ്. സത്യസന്ധമായി അവിടുത്തെ സെയിൽസ്മാൻമാരും അവിടുത്തെ ആൾക്കാരും പറയും ഇതൊക്കെ നിങ്ങളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ട് ആ ഒരു പറ്റിക്കലിനെ കുറിച്ച് പറഞ്ഞു. എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല സുഹൃത്തുക്കൾ. പക്ഷെ അങ്ങനെയൊക്കെ മനഃപൂർവ്വം നമ്മുടെ കസ്റ്റമേഴ്സിനെയും ആളുകളൊക്കെ അവരുടെ ബുദ്ധിയില്ലായ്മയെ ചൂഷണം ചെയ്ത് നമ്മളെ ബിസിനസ്സിൻ്റെ സയൻസ് ഉപയോഗിച്ച് അവരൊക്കെ പറ്റിച്ച് കിട്ടുന്ന പണം കൊണ്ട് സമാധാനത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഇന്ന ഹാദൽ മാൽ ഹുൽവത്തുൻ ഖദിറ. ഈ ധനമെന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പുള്ളതും നല്ല മധുരമുള്ളതുമാണ്. ഫമൻ അഖദഹു ബിതീബി നഫ്സിൻ, അത് നല്ല നിലക്ക് ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ ബൂരിക ലഹു ഫീഹി, അതിൽ അവർ ബർക്കത്ത് നൽകും. വമൻ അഖദഹു ബിഇശ്റാഫി നഫ്സിൻ, എന്നാൽ ആർത്തി, ഒരു സത്യവും സദാചാരവും നിയമവും ഒന്നും പാലിക്കാതെ പൈസ ഉണ്ടായാൽ മതി, വേറെ ഒരു ചിന്തി മനസ്സിലില്ല, വേറൊരാലോചന, സ്വന്തം ഭാര്യയും മക്കളും കൂടി മനസ്സിലില്ല, പള്ളിയും നിസ്കാരമൊക്കെ പോട്ടെ, ഒന്നും ഓർമ്മയില്ല, ഓട്ടം, ഒരു നിയമമില്ല, ഒരു സത്യസന്ധതയുമില്ല, പറയുന്നതിൽ ഒരു
ഒരു നിലക്കുള്ള പടച്ചോനപ്പേടി ഇല്ലാതെ ചെയ്യുന്ന ധനമുണ്ടല്ലോ, വമൻ അഖദഹു ബിഇശ്റാഫി നഫ്സിൻ ലം യുബാറക് ലഹു ഫീഹി, അതിൽ അവന് ബർക്കത്ത് ലഭിക്കില്ല. വകാന കല്ലദീ യഅകുലു വലാ യശ്ബഅ, അവൻ തിന്നിട്ട് വയറ് നിറയാത്തവനെ പോലെ. തിന്നും തോറും വിശപ്പ് കൂടുക, പൈസ ഉണ്ടാക്കും തോറും കഷ്ടപ്പാട് കൂടുക, പൈസ ഉണ്ടാക്കും തോറും കഷ്ടപ്പാട് കൂടുക, സൗഭാഗ്യകരമായ ഒരു ജീവിതം കുടുംബത്തിൽ നിന്നോ മക്കളിൽ നിന്നോ ലഭിക്കാതെ വരിക. വൽയദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ല, എപ്പോഴും കൊടുക്കുക നല്ലത്, വാങ്ങുന്നതിനേക്കാളൊക്കെ നല്ലത് കൊടുക്കുക. മറ്റുള്ളവരത് കിട്ടാൻ മോഹിക്കല്ല നല്ലത്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക നല്ലതാണ്. സുഹൃത്തുക്കളെ, ബർക്കത്ത് കിട്ടാൻ ഉള്ള വഴികളെക്കുറിച്ച് ധാരാളക്കണക്കിന് ഹദീസുകളിൽ നമുക്ക് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ബർക്കത്ത് അള്ളാഹിനെടുക്കുന്നതാണ് വേണ്ടത്. നമ്മൾ വിചാരിക്കാത്ത ഇത്തരം തടസ്സങ്ങൾ വരുമ്പോൾ മക്കൾ പരീക്ഷ തോൽക്കുക, നമുക്ക് അസുഖത്തിൻ്റെ മേലെ അസുഖം വരിക, നമ്മളെല്ലാ ബിസിനസ്സും പൂട്ടി പോവുക. അപ്പോൾ ആൾക്കാർ വലിയ ദർഗക്ക പോവുക, ഇല്ലെങ്കിൽ വല്ല ജ്യോത്സ്യന്മാരെ തേടിയ പോവുക, ഇല്ലെങ്കിൽ വല്ല അങ്ങനത്തെ ചികിത്സകന്മാരും. സുഹൃത്തുക്കൾ, അവർക്കൊന്നും നിങ്ങളുടെ കാര്യത്തിൽ ഒരു കാര്യം ചെയ്തു തരാൻ പറ്റില്ല, ഒന്നും ചെയ്തു തരാൻ പറ്റില്ല. കാരണം പടച്ചോൻ അവിടുന്ന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ആര് കടന്നു മറിഞ്ഞിട്ട് കാര്യമില്ല. അത് അള്ളാഹ് തീരുമാനിക്കണം നമുക്കൊരു അനുഗ്രഹം തരാൻ. ബർക്കത്ത് തേടിയിട്ട് ഒരാൾക്ക് അപറങ്ങ പോയാൽ അതെന്നെ ശിർക്കാറാണ്. കാരണം തബറുക്ക് അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് മാത്രം നമ്മൾ വാങ്ങേണ്ട കാര്യം, വേറെ എവിടെ പോയാൽ. അപ്പം അതൊക്കെ തരും. ഇതൊന്നും കിട്ടാതെ വരുമ്പോൾ അവനവൻ്റെ തകരാറുകളെ കുറിച്ച് പരിശോധിക്കാതെ അവിടെ ഇവിടെയും പോയി എന്തെങ്കിലുമൊക്കെ ആ പെട്ടിയിലിട്ടാൽ പരിഹരിക്കപ്പെടും. അങ്ങനത്തെ കുറുക്കു വഴികളൊന്നും ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തെ കൊണ്ടുവരാനില്ല സുഹൃത്തുക്കളെ. നമ്മൾ നമ്മുടേതായ നിലക്ക് ജീവിതത്തിൽ മാറുമ്പോൾ മാത്രമേ ആ മാറ്റങ്ങൾ ഉണ്ടാവൂ. അതിലൊന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒന്ന് ഖുർആൻ്റെ പാരായണം. വിശുദ്ധ ഖുർആൻ ഓതണം. എല്ലാ ദിവസവും നമ്മളെ മക്കളെ കൊണ്ട് ഓദിക്കണം, നമ്മൾ ഓതണം ഒരു മിനിമം. അതൊരു സുഹൃത്തുക്കൾ, അതൊരു ഒരു മനുഷ്യൻ്റെ ദീനിൻ്റെ ഒരു അടയാളമല്ലേ അത്. രാവിലെ എന്തൊക്കെ നമുക്ക് ചെയ്യാണ്ട്, പല ആൾക്കാർ വ്യായാമം ചെയ്യാൻ പോകുന്നു, പല കാര്യങ്ങൾക്ക് പോകുന്നു. പക്ഷെ നമ്മൾ ആ സുബഹി നിസ്കാരം കഴിഞ്ഞ് വന്നാൽ ആ മുസാഫ് എടുക്കുവാനുള്ള മനസ്സുണ്ട്. അതന്നെയാണ് അള്ളാഹു നമുക്ക് അനുഗ്രഹം തരാനുള്ള മനസ്സ്. വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറക്, ഇത് ബർക്കത്തുള്ളൊരു ഗ്രന്ഥമാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, അനുഗ്രഹം നിറഞ്ഞൊരു ഗ്രന്ഥം നിനക്ക് തന്നിരിക്കുന്നതാണ്. ഒരു ഹദീസ് നോക്കൂ സുഹൃത്തുക്കളെ, ഇഖ്റഉ അൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, അത് പരലോകത്തെയും ആ ഖുർആൻ ഓതിയാലേ ആ ഖുർആൻ വന്നിട്ട് ശഫാഅത്ത് പറയും. പരലോകത്ത് ഗതിയില്ലാതെ നിൽക്കുമ്പോൾ നമ്മളെ രക്ഷപ്പെടുത്താൻ ആ പാരായണങ്ങൾ വരും. ഇഖ്റഉ സഹറാവൈനി, സഹറാവൈൻ പ്രശോഭിതമായ രണ്ട് സൂറത്തുകൾ, ഒന്ന് അൽ ബഖറയും ആൽ ഇംറാനും. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓതണം. ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമത്തി കഅന്നഹുമാ ഗമാമത്താൻ, ആ പരലോകത്തെ കഠിനമായ ചൂടിൽ രണ്ട് മേഘങ്ങൾ തണലിട്ട് വരുന്ന പോലെ മേഘത്തണലുകൾ, അവ രണ്ടും രണ്ട് മേഘത്തണലുകളായി വരും. ഔ കഅന്നഹുമാ ഗയായതൈനി ഔ കഅന്നഹുമാ ഫിർഖാൻ മിൻ തൊയ്രിൻ സവാ, അല്ലെങ്കിൽ നിരന്നു പറക്കുന്ന പക്ഷികൾ ചിറക് വിടർത്തിയപ്പോൾ അതിൻ്റെ താഴെ കിട്ടുന്ന ഒരു നിഴല് പോലെ, തണല് പോലെ നിങ്ങൾക്കൊരു തണലായി അത് വരുന്നതാണ്. വീണ്ടും പറയുന്നു ഇഖ്റഉ സൂറത്തുൽ ബഖറ, ബഖറ സൂറത്ത് നിങ്ങൾ ഓതണം. കുറച്ച് നീളമുണ്ട്, കാണാതെ പഠിക്കാനും ഓതാനും ഒക്കെ ആളുകൾക്ക് അതിൻ്റെ ദൈർഘ്യം കാണുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു മടുപ്പ് തോന്നും. പക്ഷെ വലിയ ഗുണമാണ് അത് ഓതിയാൽ. ബർക്ക, അതൊരാൾ ഓതുകയാണെങ്കിൽ അതവന് ബർക്കത്ത് കിട്ടും. അതൊരാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതവന് ഹസ്രത്താവും. ഓതാതെ വിട്ടുപോയാൽ വലിയ നഷ്ടം പറ്റുന്നതാണ്. വല തസ്തതിഉഹാൽ ബതല, ഈ സാഹിറന്മാർക്കും ജ്യോത്സ്യന്മാർക്കും ഒന്നും അത് ഓതാൻ കഴിയില്ല. കാരണം അതൊക്കെ അവർക്കെതിരാണ്, അതിൻ്റെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ അവർക്കെതിരാണ്. അത്രമാത്രം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ ശക്തിയില്ല. അപ്പോൾ ഖുർആൻ പാരായണം, ഖുർആൻ ഓതണം. ഓതുന്നുണ്ട് പറഞ്ഞാൽ പോരാ, നമ്മൾ ഓതണം. ഏതെങ്കിലും രാവിലെ ഓതാൻ സമയം കിട്ടാത്ത ആൾക്കാർ ഏതെങ്കിലും ഒരു വക്തിന് കുറച്ച് നേരത്തെ പള്ളിയിലെത്തിയിട്ട് ആ ജമാഅത്താവുമ്പോഴേക്കിന് ഒരു 4 പേജ് ഓതാൻ പറ്റും. ഖുർആൻ്റെ പാരായണം നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം, നമ്മൾ ശീലിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. മറ്റൊരു കാര്യം സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ പരിഗണിക്കുക. ഇന്ന് മാതാപിതാക്കൾ എല്ലാവർക്കും ഒരു ഭാരം. നമ്മുടെ ഭാര്യയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കും ഒക്കെ സൗകര്യം ഇപ്പം എന്താ, ഉമ്മയും വാപ്പിയും കൂടെ അല്ലാതൊക്കെ എല്ലാവർക്കും സൗകര്യം. അവരെ നോക്കണ്ട, അവർക്ക് മരുന്ന് കൊടുക്കണ്ട, അവരെ കൊണ്ടുനടക്കണ്ട, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ട. സുഹൃത്തുക്കൾ, അവരെ മാറ്റി നിർത്തി നമുക്ക് സൗകര്യമാവുന്നല്ലേ? അവരെ മാറ്റി നിർത്തുമ്പോൾ നമ്മുടെ സൗകര്യങ്ങൾ ഇല്ലാതാകും, നമ്മുടെ അനുഗ്രഹങ്ങൾ നിരാകരിക്കപ്പെടും. അവിടെ നമ്മളൊരു എക്സ്ട്രാ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുക. അത് വളരെ കൃത്യതയോടുകൂടെ അത് നിർവഹിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സൗകര്യങ്ങൾ പലതും മാറ്റി വെക്കുമ്പോഴാണ് നമ്മളിലേക്ക് എന്ത് ചെയ്യുക? സൗഭാഗ്യം വരിക. മറ്റൊന്ന്, നമസ്കാരം വളരെ കൃത്യതയോടുകൂടി ആ സമയത്ത് എന്ത് ചെയ്യണം? നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ തിരക്കുകളിൽ നമ്മൾ നിസ്കാരത്തിൻ്റെ സമയത്തിലൊരു പ്രാധാന്യം കൊടുക്കുമ്പോൾ അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും കൃത്യതയോടുകൂടെ. അതേപോലെ തന്നെ എന്തെങ്കിലും തൊഴിലുകൾക്ക് നമ്മൾ പോകുമ്പോൾ നേരത്തെ പോകാൻ, രാവിലെ ഇറങ്ങാം. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫി ബുകൂരിഹ, നേരത്തെ. നമ്മുടെ കുട്ടികളൊക്കെ നേരത്തെ നീപ്പിക്കാം, നേരത്തെ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം.
എല്ലാവരും വളരെ വൈകി ഉറങ്ങി വളരെ വൈകിയാണ് എന്ത് ചെയ്യണത്, എഴുന്നേൽക്കുന്നത്. അത് ആ കുട്ടിയുടെ ജീവിതത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കും. നമ്മളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, വെറുതെ ചീത്ത പറഞ്ഞു അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ. നമ്മുടെ മക്കൾ നന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഉണ്ടോ സുഹൃത്തുക്കൾ? ഖുർആൻ ഓതലുണ്ടോ? ഒരു വക്തിന് നിസ്കരിക്കലുണ്ടോ? അതേപോലെ തന്നെ ഈ പറയപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്യാറുള്ളതില്ല. നമസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ അള്ളാഹു നമുക്ക് എല്ലാം തരും എന്ന് ഖുർആൻ തന്നെ പറയുന്നു. വഅ്മുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹ ലാ നസ്അലുക റിസ്ക നഹ്നു നർസുക വൽ ആഖിബതു ലിത്തഖ്വ. നിന്റെ കുടുംബത്തോട് നീ നിസ്കരിക്കാൻ കൽപ്പിക്കുക, അതിൽ നീ ക്ഷമ അവലംബിക്കുക. നിന്നോട് ഞാൻ ഉപജീവനം ചോദിക്കുന്നില്ല. നഹ്നു നർസുക, നിനക്ക് ഞാനാണ് റിസ്ക് തരുന്നത്. വൽ ആഖിബതു ലിത്തഖ്വ, തഖ്വക്കാണ് നല്ല പര്യവസാനം എന്നാണ്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ലാ നസ്അലുക റിസ്കൻ നഹ്നു നർസുഖുക എന്ന് പറയുന്നതിന്റെ അർത്ഥം യഅനി ഇദാ അഖദ്ത സ്വലാ അതാക റിസ്ക് മിൻ ഹൈസു ലാ തഹ്തസിബ്. നീ ശരിക്കണം നിസ്കരിക്കുകയാണെങ്കിൽ നീ റിസ്ക് ഒന്നും തെരഞ്ഞു പോകേണ്ടി വരില്ല. നിനക്കുള്ള ഉപജീവനം നിന്നെ തേടി ഇങ്ങോട്ടേക്ക് വരും എന്ന് പറയാനാണ് ഈ ആയത്ത് സൂറത്തു താഹയിലെ 132-ാമത്തെ ആയത്ത്. മറ്റൊന്ന് സുഹൃത്തുക്കളെ, അള്ളാനെ ഏൽപ്പിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും നമ്മൾ വാരിക്കൂട്ടാൻ ശ്രമിച്ചാൽ നടക്കൂല. നമ്മൾ സ്വസ്ഥവും സമാധാനമായിട്ട് എല്ലാം ചെയ്ത് ജീവിക്കാം, കഴിഞ്ഞ പോലെ പരിശ്രമിക്കാം. അള്ളാനെ ഏൽപ്പിച്ച കാര്യം അള്ള ചെയ്യും. അള്ളാഹുവിനെ ഏൽപ്പിച്ച കാര്യം അള്ള ചെയ്യും. അള്ളാഹുവിനെ മനസ്സുകൊണ്ട് കൃത്യതയോടുകൂടി ഏൽപ്പിച്ചിട്ടുണ്ടോ അത് ചെയ്യും. ലൗ അന്നക്കും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറുസിഖ്തും കമാ യുർസഖു ത്വയ്ർ. പക്ഷിക്ക് ഭക്ഷണം കൊടുക്കണ പോലെ തരും പറഞ്ഞാൽ രാവിലെ പറന്ന് ചെന്നാൽ മതി, നമ്മളേക്ക് ഇറങ്ങിയാൽ മതി. നമ്മുടെ പരിശ്രമങ്ങളും കാര്യങ്ങളിലും എന്ത് വീഴ്ചകൾ വന്നാലും അള്ളാഹു അതൊക്കെ പരിഹരിച്ച് നമുക്ക് വേണ്ടത് തരും എന്നാണ് പറയുന്നത്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ ജീവിതത്തിലും നമ്മൾ ഉറപ്പുവരുത്തണം. മറ്റൊന്ന് ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നിർവഹിക്കേണ്ട കാര്യം ഇസ്തിഗ്ഫാറിൻ്റെ ധാരാളം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇസ്തിഗ്ഫാറിൻ്റെ പലതരം പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആവർത്തിച്ചില്ല. പാപം ചെയ്തിട്ടല്ല സുഹൃത്തുക്കൾ, അതൊക്കെ ദിക്റുകളിൽപ്പെട്ട പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ തരുമെന്ന് പറയുന്നു. ഇനി ഒന്നുമില്ല, അനുഗ്രഹം കിട്ടാൻ വീട്ടിൽ കയറുമ്പോൾ സലാം പറയാം, അസ്സലാമു അലൈക്കും. നമ്മുടെ ഭാര്യനോടും കുട്ടികളൊക്കെ പറഞ്ഞാൽ അവർക്ക് അനുഗ്രഹം കിട്ടാൻ നമ്മുടെ സലാം കൊണ്ട് പറ്റുന്നതാണ്. പല ആളുകളും എല്ലാവരോടും സലാം പറയും, വീട്ടിൽ ചെല്ലുമ്പോൾ സലാം പറയാത്ത ആൾക്കാർ. ഇതാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസിക്കും. നിങ്ങൾക്ക് സലാം പറയാന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കയറുമ്പോൾ സലാം പറഞ്ഞു കൊടുക്കണം. തഹിയ്യത്തൻ മിൻ ഇൻദില്ലാ മുബാറകതൻ ത്വയ്യിബ. അള്ളാഹിന്റെ അടുക്കലുള്ള ഒരു തഹിയ്യത്താണ്, അത് ബർക്കത്തുള്ളതാണ്, ഏറ്റവും നല്ലതാണ്. ആ സലാമിൽ ബർക്കത്തുണ്ട്, അനുഗ്രഹമുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ അവർക്ക് ബർക്കത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മൾ മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ ചോദിക്കുക. എന്നാൽ സുഹൃത്തുക്കളെ, നമുക്ക് ഈ ചോദ്യം ഒഴിവാക്കാൻ പറ്റും. എന്തൊരു കുരുത്തം കിട്ടാത്തത്, എന്തൊന്നും നേരാവാത്തത്, എത്ര പൈസ ചിലവാക്കി, എത്ര സമയം ചിലവാക്കി എന്ന് നമ്മൾ പറയും.